ഓരോ മുസ്ലിമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിമായി മരിക്കാൻ സാധിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ നാം അത് സൂചിപ്പിക്കാറുണ്ട്. മുസ്ലിമായി മരിക്കണം, ഈമാനോടുകൂടി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കണം. ഖൽബിൽ ഒരല്പമെങ്കിലും ഈമാനുള്ള ഒരാൾ, അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മരണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് അത് തന്നെയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരണം അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷെ മരിക്കുന്ന സമയത്ത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഒരു മുസ്ലിമായിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. ഈമാൻ സലാമത്തായ അവസ്ഥയിൽ വേണം നമ്മൾ മരിക്കാൻ. അതിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരാൾ ഒരു മുസ്ലിമായി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് മരിക്കാൻ സാധിക്കുക? അതിന് ഒരുപാട് വഴികളുണ്ട്. പണ്ഡിതന്മാർ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ് ഇസ്തിഖാമത്തോടുകൂടി മരിക്കണമെങ്കിൽ, മുസ്ലിമായി മരിക്കണമെങ്കിൽ, ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ അതിൽ വഴികളിൽപ്പെട്ട ഒന്നാണ് ത്വലബുൽ ഇൽം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത്. ദീന് നിരന്തരമായി പഠിക്കുന്ന ആളുകളിൽ നമ്മൾ പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഇൽമ് പഠിക്കുക എന്നുള്ളത് അത് ഏതെങ്കിലും ചില കോളേജുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മതവുമായി നിരന്തരം ബന്ധപ്പെടുന്ന പണ്ഡിതന്മാരോ വിദ്യാർത്ഥികളോ പ്രഭാഷകന്മാരോ ഖതീബുമാരോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായ മുസ്ലിമായി മരിക്കണമെന്ന ആ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകളിലൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശ്രദ്ധേയമായ ഹദീസ് ആ വിഷയത്തിൽ നമുക്കൊക്കെ അറിയാം. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ്, മതപരമായ അറിവ് അന്വേഷിക്കാൻ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അവൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഈ ഹദീസ് ഒരു ചെറിയ ഹദീസാണ് കേൾക്കാനെങ്കിലും ഇതിൻ്റെ അർത്ഥവും ആശയവും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ വലിയ ഗൗരവമുള്ള ഒരു ഹദീസാണ്. അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്ന ഹദീസാണ്. നിരന്തരമായി അള്ളാഹുവിൻ്റെ ദീൻ ഇങ്ങനെ പഠിക്കുക. അതിനേതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോളേജിൽ പോയി ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നിരന്തരമായി ഒരു സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കണമെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ പഠിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ, അതിനുവേണ്ടി തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ സമയമെങ്കിലും മാറ്റിവെക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഇൽമിനോളം ശ്രേഷ്ഠമുള്ള ഒന്നുമില്ല എന്ന് തുടർ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫഇദാ ഉദിമ വഖഅ ദ്ദലാൽ. ഒരാൾ ഇൽമ് പഠിക്കുന്നേയില്ല, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നേയില്ല. എപ്പോൾ നോക്കിയാലും അയാളുടെ തിരക്കുകളാണ്. ദീനിന് പഠിക്കാൻ അയാൾ ഒരു സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ വഖഅ ദ്ദലാൽ, അവിടെ വലാലത്ത് സംഭവിക്കുമെന്നുള്ളതാണ്. പല കാര്യങ്ങളിലും വലാലത്ത് സംഭവിക്കും. ആലോചിച്ചൊക്കെ നമ്മൾ ദുനിയാവിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു സാധനം വാങ്ങുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കും. യൂട്യൂബിലെ വീഡിയോകളിലൂടെയോ അല്ലെങ്കിൽ ആ വാങ്ങുന്ന വസ്തുവിൽ ഒരു മാനുവൽ ഉണ്ടാവും, അതൊക്കെ വായിച്ചത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കും. എന്നാൽ സഹോദരന്മാരെ, നമ്മുടെ ആഖിറത്തിന്റെ കാര്യമാണല്ലോ നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ. ആ വിഷയത്തിൽ എത്രത്തോളം പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്? ഞാൻ ഈ പറഞ്ഞ ഇസ്തിഖാമത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് എത്ര ഗൗരവമുള്ള കാര്യമാണ്, സ്വർഗവുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഒരല്പമെങ്കിലും വഴിതെറ്റിക്കഴിഞ്ഞാൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. ആ വിഷയത്തിൽ എത്രമാത്രം ഗൗരവം നമ്മൾ കാണിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ പഠിക്കാൻ നാം തയ്യാറാകാത്തത്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും പഠിക്കാൻ തയ്യാറാകാത്തത് എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇസ്തിഖാമത്ത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഇസ്തിഖാമത്ത് നിലനിൽക്കണമെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ നിരന്തരമായി അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമായിരിക്കണം. അത് പഠിക്കാത്ത ഒരാൾക്ക്, മനസ്സിലാക്കാത്ത ഒരാൾക്ക്, അതുമായി ബന്ധപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും ഇസ്തിഖാമത്തോടുകൂടി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. സ്വാഭാവികമായി മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിമായി മരിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നാം പഠിക്കണമെന്നുള്ളതാണ്.